നമ്മളിന്ന് തക്കാളി താളിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി അല്പം വെളിച്ചെണ്ണ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായ ശേഷം അല്പം ചെറുള്ളി അതുപോലെ വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ടെടുക്കുക. ഉള്ളി ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് പച്ചമുളകും ചോപ്പ് ചെയ്തിട്ട് വെക്കുക. അതിലേക്ക് മീഡിയം സൈസ് വലിയ തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ തക്കാളി വേകുന്ന വരെ മൂടി വെക്കുക. തക്കാളി ഒന്നായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി കഴിയുന്നത് ഇങ്ങനെ ഉടച്ച് കൊടുക്കാൻ ശ്രമിക്കുക. തക്കാളി നല്ലപോലെ വെന്തൊടിഞ്ഞ ശേഷം അതിലേക്ക് എടുത്തു വെച്ച 1 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്ര വെള്ളം വേണോ അത്രയും ഉപയോഗിക്കുക. ഉപ്പിട്ടെടുത്താൽ മതി കേട്ടോ. ഇപ്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. അടച്ച് വെച്ച് വേവിച്ച്. അപ്പോൾ നമ്മൾ തക്കാളി കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ആക്കുക. ഇത് നമുക്ക് ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം. ബീഫ് മീൻ പൊരിച്ചത് ഇതിക്കൊക്കെ നല്ല രസമുണ്ടാവും. ചിക്കനൊക്കെ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.